ഇപ്പോൾ CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ റഫീഖ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റഫീഖ്, ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുന്ന നിലയിലാണ് ഇപ്പോൾ വയനാട്ടിൽ CPIM മുന്നോട്ട് പോയിട്ടുള്ളത്. സമരമുണ്ട്. മുൻപ് തന്നെ MLAക്കെതിരെ സമരം ചെയ്തിരുന്നു. ഇപ്പോഴുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഈ വിഷയം ഇപ്പോൾ ഏറ്റവും അവസാനം കൈരളി ന്യൂസ് ഈ മരണക്കുറിപ്പ് പുറത്തുവിട്ടു. താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. മുമ്പ് താങ്കൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ആ മരണക്കുറിപ്പിൽ അങ്ങേയറ്റം ഏതൊരാളുടെയും ഉള്ളുലയ്ക്കുന്ന വിധത്തിലാണ് വിജയൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എഴുതി വെച്ചിട്ടുള്ളത്. അതേക്കുറിച്ച് പ്രതികരിക്കാൻ വന്ന IC ബാലകൃഷ്ണൻ അദ്ദേഹവുമായോ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടോ ഉള്ള കാലങ്ങളുടെ ഒരു ബന്ധത്തെ പോലും പുറത്ത് അറിയിക്കാത്ത വിധം വളരെ യാന്ത്രികമായി പ്രതികരിക്കാൻ ശ്രമിക്കുന്നു. പിണറായിയുടെ പോലീസ് കണ്ടുപിടിക്കട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോകുന്നത്. അല്ല, ഇത് തന്നെയാണ് ഈ വിഷയം വന്നത് മുതൽ IC ബാലകൃഷ്ണൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുസമൂഹം ആകെ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയോ പതിറ്റാണ്ടുകൾ കോൺഗ്രസിന് വേണ്ടി വലിയ രൂപത്തിൽ പ്രവർത്തിച്ച, നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് നേതാവാണ്, വയനാട് ജില്ലയിലെ ഉന്നതനായ ഒരു നേതാവാണ് ശ്രീമാൻ NM വിജയൻ. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു കത്തെഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മരിക്കേണ്ടി വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഒരുപറ്റം കോൺഗ്രസിന്റെ നേതാക്കൾ വരുത്തിവെച്ചതാണ്. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, IC ബാലകൃഷ്ണനും അതുപോലെ കൂട്ടാളികളും അവരുടെ സമ്പത്തും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഇടത്തരം നേതാക്കന്മാരെ, അവർക്ക് താഴെയുള്ള നേതാക്കന്മാരെ കൊലക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതിനെ ഈ രൂപത്തിൽ അവർ അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ, അങ്ങനെ അന്വേഷിക്കും, യാതൊരു സംശയവുമില്ല. പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കത്തുൾപ്പെടെ വളരെ കൃത്യമായി പുറത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ച അന്വേഷണം നേരിടാൻ എന്താണ് അദ്ദേഹം ധൈര്യം കാണിക്കാത്തത്? അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞൊരു വാചകം എന്താണ്? NM വിജയനുമായി ബന്ധപ്പെട്ട് മരണത്തിന് ശേഷം പുറത്തു വന്ന ചില കാര്യങ്ങളോട് ആദ്യത്തെ പ്രതികരണം അത് വ്യാജരേഖയാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തു കൊണ്ടുവന്ന ചില രേഖകൾ, ആ രേഖയോട് അദ്ദേഹം പ്രതികരിച്ച വ്യാജരേഖ എന്നായിരുന്നു. അദ്ദേഹം പൊതുസമ്മേളനം നടത്തി CPIMന്റെ ആരോപണമാണ് എന്ന രൂപത്തിലായിരുന്നു ഇതിനെ ചിത്രീകരിക്കാൻ നോക്കിയത്. NM വിജയൻ ആണ് ഇതെല്ലാം, സമ്പത്ത് എല്ലാം കൈയടക്കിയത് അദ്ദേഹമാണ് എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത്രയും കാലം നടത്തിയിരുന്നത്. പൊതുയോഗത്തിൽ ഉൾപ്പെടെ MLA ന്യായീകരിച്ചുകൊണ്ട് ശ്രീ D സിദ്ദിഖ് MLA ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാരും പ്രതികരിച്ചിരുന്നത് ഇത് IC അല്ല പങ്കുപറ്റിയത്, പകരം പറയാതെ പറഞ്ഞു വെച്ചത് NM വിജയനാണ് ഇതെല്ലാം പണം ഇടപാട് നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടത്തിയിരുന്നത്. എന്നാൽ NM വിജയന്റെ തന്നെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള കത്തോടുകൂടി വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇതിന് ഉത്തരവാദിയമാണ്, അതിൽ IC ബാലകൃഷ്ണൻ ഉത്തരവാദിയാണ് എന്ന് വ്യക്തമായി തെളിയുന്ന ഒരു വന്നിരിക്കുന്നത്. നിങ്ങൾ റഫീഖ്, ഒരൊറ്റ കാര്യം കൂടി, താങ്കൾ ഇക്കാര്യങ്ങളിൽ പല കാര്യങ്ങളും വിശദീകരണമായി താങ്കളുടെ അഭിപ്രായമായി പറഞ്ഞതുകൊണ്ട്, ഇതിൽ മരണശേഷവും കോൺഗ്രസ് നേതൃത്വം വിജയനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കാട്ടിയത് അങ്ങേയറ്റത്തെ ക്രൂരതയാണോ? കാരണം ഈ മരണക്കുറിപ്പ് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കാനാണ് കുടുംബത്തോട് വിജയൻ പറഞ്ഞത്. KPC പ്രസിഡന്റ് കൊടുത്ത കത്തിൽ ഒപ്പിട്ടതിന് താഴെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാലയളവിൽ ഇങ്ങനെ ഒരു കത്തുള്ളതായ ഒരു തരത്തിലും അതേക്കുറിച്ച് അങ്ങനെ ഒരു ഭാവം നടിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇടപെടലോ പരിശോധനയോ ഒന്നും കോൺഗ്രസ് പാർട്ടി നടത്തിയതായും ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുമില്ലല്ലോ. അത് തീർച്ചയായിട്ടും ആ കുടുംബത്തോട് കോൺഗ്രസ് കാണിക്കുന്ന അനീതി വാക്കുകൾ പറഞ്ഞു വെക്കാൻ കഴിയുന്നതല്ല. അതായത് എത്രയോ കാലങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യന്റെ കുടുംബത്തോടാണ് ഈ നിലപാട് അവർ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകനെയും ഇവർ മരണത്തിലേക്ക് തള്ളിവിട്ടു. അതിനുശേഷവും ഇങ്ങനെ ഒരു കത്തുണ്ടായിട്ട് പോലും പുറമെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളാണ്, അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത് NM വിജയൻ മാത്രം നടത്തിയതാണ് എന്ന രൂപത്തിലുള്ള ചിത്രീകരണം വരുത്താനാണ് അവർ ശ്രമിച്ചത്. നേരത്തെ തന്നെ DCCയുടെ അധ്യക്ഷൻ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, NM വിജയന് യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ല. മരിച്ച ഉടനെ DCCയുടെ അധ്യക്ഷൻ പറഞ്ഞ വാചകമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അത് പുറത്തു വന്നു. അദ്ദേഹം വ്യക്തിപരമായി ഉൾപ്പെടെ പലരിൽ നിന്നും കടം വാങ്ങി, ബാങ്കുകളിൽ നിന്നെല്ലാം കോടികൾ കടം വാങ്ങി അദ്ദേഹം ഈ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായി ഉൾപ്പെടെ കടമെടുക്കേണ്ടി വന്നതിന് വസ്തുത പുറത്തു വന്നതാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ DCC പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നായി പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് ഇനി ഇതിനെ അവർക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ ഏറ്റവും ആധികാരികമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കുടുംബത്തോടുൾപ്പെടെ അങ്ങേയറ്റത്തെ അനീതി കാണിക്കുക. അത് KPC നേതൃത്വവും അതേ നിലപാട്. നിങ്ങൾ നോക്കൂ, DCC ഒരു ട്രഷറർ ആയിട്ടുള്ള ഒരാൾ മരിച്ചിട്ട്
KPCC നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാർ ആ വീട്ടിൽ സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഈ MP കൂടിയായിട്ടുള്ള AICCയുടെ പ്രധാനപ്പെട്ട നേതാവായ പ്രിയങ്ക വാദ്ര ഒരു അനുശോചന കുറിപ്പ് പോലും ഇറക്കാൻ തയ്യാറായിട്ടില്ല. ആ രൂപത്തിൽ ആ കുടുംബത്തോട് എല്ലാ തരത്തിലുമുള്ള അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും ദിവസം ആയ ആ കത്ത് കിട്ടിയിട്ടും ആ നിലയിലുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ആത്മഹത്യയെന്നോ മരണമെന്നോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. അതിന് പകരം കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയാൻ തയ്യാറാകണം. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. റൈറ്റ്, വളരെ ശക്തമായ ആവശ്യങ്ങൾ ഉയരുകയാണ്. വളരെ സ്പഷ്ടമായി തന്നെ IC ബാലകൃഷ്ണനെതിരെ വളരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ആത്മഹത്യാ പ്രേരണ ഇതിപ്പോൾ CPIM വളരെ ശക്തമായി ഇതിലൊരു കൊലപാതകം തന്നെ ഈ നിയമന തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു കൊലപാതകമായി തന്നെ കാണും വിധം ഗൗരവമുള്ള വിഷയമായി ഇത് മാറുന്നു. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം, കേസ് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ആ രീതിയിൽ NM വിജയൻ്റെ മരണക്കുറിപ്പിലാണ് IC ബാലകൃഷ്ണൻ MLAയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത് എന്നത് പ്രധാനം. അതിനേക്കാൾ ഗൗരവം ഇതൊരു മരണക്കുറിപ്പായി KPCC പ്രസിഡന്റിന് മുൻപാകെ ഇത് എത്തിയിരുന്നു എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ ആ കുടുംബത്തോട് 10 ദിവസം കാത്തിരിക്കാനാണ് വിജയൻ ആവശ്യപ്പെട്ടത്. 10 ദിവസം പിന്നിട്ടപ്പോഴാണ് മക്കൾ ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. ഈ കത്താണ് ഇന്ന് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി കേരളത്തിൽ ഇത് മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വന്ന IC ബാലകൃഷ്ണൻ അദ്ദേഹം പിണറായിയുടെ പോലീസ് അന്വേഷിക്കട്ടെ എന്ന മട്ടിൽ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഈ മരണക്കുറിപ്പുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ച് സ്പഷ്ടമായി തന്നെ അതിലെ പരാമർശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല തുടർന്നങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നടത്താൻ തയ്യാറാകാതെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ വീണ്ടും വിളിച്ചു നോക്കിയെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിട്ടുമില്ല. അപ്പോൾ പിന്നെ അത് ബോധപൂർവമാണ്, അല്ലെങ്കിൽ സംസാരിക്കാനില്ല, ഇനിയൊന്നും പറയില്ല എന്ന നിലപാട് കൊണ്ടാകണം എന്ന് തന്നെയാണ് സാമാന്യേന വിചാരിക്കേണ്ടത്.